എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ കോളേജിലെ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞേരെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ മുകളിലാണെങ്കിൽ അവിടെ കോവിലിൻ്റെ അടുത്തൊരു സ്റ്റേജിൻ്റെ അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ലൈറ്റും സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ സ്റ്റാളും ഇതൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അത് എല്ലാ വർഷവും ഇവിടെ നല്ല പരിപാടിയായിരിക്കും. ഇവിടുത്തെ ഓരോ ആൾക്കാർ സെറ്റാക്കണതാണ് ഇതൊക്കെ. ആ ഏരിയയിലെ ആൾക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെ ലൈറ്റൊക്കെ കണ്ടാൽ നമ്മളവിടെ പോകുമല്ലോ. സ്റ്റോളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പോകും. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോയത്. സ്റ്റോളൊക്കെ കണ്ടപ്പം അങ്ങനെ വലുതായിട്ട് അങ്ങനെ സ്റ്റാൾസ് അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് എല്ലാവർക്കും പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അവളെന്നെ കണ്ടപ്പോൾ തന്നെ അത് വേണം ഇത് വേണം ഒക്കെ പറയുന്നുണ്ട്. ബട്ട് പൈസ അനക്കാൻ കുറച്ച് മടിയാണ്. ഇതെൻ്റെ കൂടെ പണ്ട് പഠിച്ചതിൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ അവൾ വേറെ ഞാനും വേറെ അങ്ങനെ. പക്ഷെ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ കാണും. അങ്ങനെ കണ്ടതാണ്. പിന്നെ അവിടുത്തെ ഓരോ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി ഇപ്പോൾ സ്റ്റോളൊക്കെ നമ്മൾ കണ്ട്. അപ്പം കൂടെ വന്ന സാധനത്തിന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനതൊക്കെ ഒഴിഞ്ഞു മറിയാണ് നടക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഡാൻസൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. കുറേ ഒരു 2-4 സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാനിപൂരി വാങ്ങി കഴിച്ച് കൊടുത്തു. പിന്നെ ഒരാൾ വരാത്തതുകൊണ്ട് അവൾക്കും കൂടെ നമ്മൾ വാങ്ങിച്ചു പാനിപൂരി. പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ ഡാൻസായിരുന്നു. കൂട്ടുകാരിയും അവളുടെ അമ്മ. ഇതും എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. കുട്ടീനെ അങ്ങനെ അവളുടെ അമ്മയുടെയൊക്കെ ഡാൻസ് കണ്ടിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ വിചാരിച്ചു. ഡാൻസ് നൈസാണ്. അവൾ പണ്ടേ അടിപൊളി ഡാൻസ് കളിക്കും. അവളതിലില്ല, ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഓരോ ഡേയും ഓരോ അത്തം ഇടും. അത് ഇന്നത്തെ അത്തം ഇതാണ്. നല്ല നൈസായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിവ് അടിപൊളി കാണാൻ അത്തവും അവിടുത്തെ ഓരോ ഇതും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ പാനിപൂരിയൊക്കെ കാണിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്തു. ഇനി അവിടെ വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഓണത്തിൻ്റെ അന്നായിരിക്കും അവിടെ പരിപാടിയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.